സിനിമാ നടിയെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന കേസിൽ സ്വർണ്ണ വ്യാപാരി ബോബി ചെമ്മണ്ണൂർ ജയിലിലായി. എറണാകുളം മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്കാണ് ബോബിയെ റിമാൻഡ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മടങ്ങുമ്പോൾ പോലീസ് വാഹനത്തിനു മുന്നിൽ ബോബി അനുകൂലികൾ പ്രതിഷേധിച്ചു. എറണാകുളം സെൻട്രൽ ACPയുടെ നേതൃത്വത്തിലുള്ള വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് 12:45ഓടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കിയത്. പിന്നീട് 1 മണിക്കൂർ നീണ്ട വാദപ്രതിവാദമാണ് കോടതിയിൽ നടന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റേത് ലൈംഗിക ചുവയോടെയുള്ള പരാമർശമാണെന്ന്, ശരീരത്തെ വർണ്ണിക്കുന്നത് കുറ്റകരമാണെന്ന് ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രമുഖ വ്യവസായിയായതിനാൽ ജാമ്യത്തിലിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ട്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും അതിനാൽ ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ നടി പറയുന്നത് തെറ്റായ കാര്യങ്ങളാണെന്നും മഹാഭാരതത്തിലെ കുന്തിദേവിയോട് ഉപമിക്കുക മാത്രമാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തതെന്നും പ്രതിഭാഗം വാദിച്ചു. പരിപാടി കഴിഞ്ഞപ്പോൾ നടി ബോബി ചെമ്മണ്ണൂരിനെ അഭിനന്ദിച്ചു. പരിപാടിക്കിടയിലോ പരിപാടിക്ക് ശേഷമോ നടിക്ക് പരാതി ഉണ്ടായിരുന്നില്ല. 4 മാസങ്ങൾക്ക് ശേഷം പരാതിയുമായി എത്തിയത് പബ്ലിസിറ്റി ലക്ഷ്യമിട്ടതാണെന്ന് പ്രതിഭാഗം ആരോപിച്ചു. ഹാജരാക്കി സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുള്ളതുകൊണ്ട് നിഷേധിക്കാൻ പറഞ്ഞു. കോടതി ജാമ്യം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് അത് തെറ്റായ പ്രവണതയാകും. ഇനിയും അങ്ങനെ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. റിമാൻഡ് ഉത്തരവ് വന്നതോടെ ബോബി ചെമ്മണ്ണൂരിന് കോടതി മുറിക്കുള്ളിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അരമണിക്കൂറോളം വിശ്രമിച്ച ശേഷം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. കൊലക്കേസിലെ പ്രതിയെ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് ബോബി ചെമ്മണ്ണൂരിനോട് പോലീസ് പെരുമാറിയത് എന്നാരോപിച്ച് സുഹൃത്തുക്കൾ പ്രതിഷേധിച്ചു. പോലീസ് വാഹനം തടഞ്ഞായിരുന്നു പ്രതിഷേധം. സാറിന് എഞ്ചോട്ട് ബോധം കെട്ടി വീണ് സാറ് വണ്ടി അങ്ങനെ വലിച്ചു പോലെ സാറിന് വളരെ ക്രൂരമായിട്ട് ഒരു കൊലപാതകനെ കൊണ്ടുപോയത്. എന്നാൽ സാർ ചെയ്ത് തെറ്റെന്താണ്? സാറ് കൊണ്ടുപോയത് കുത്തിപ്പിടിച്ച ഒരു കൊലപാതകനെ കൊണ്ടുപോയത് എന്ത് ചെയ്ത് സാറ്? ജാമ്യാപേക്ഷ നാളെ ജില്ലാ കോടതിയിൽ സമർപ്പിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. നാളെ നമ്മൾ ജില്ലാ കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും. അത് രാംപിള്ള സാറാണ് തീരുമാനിക്കേണ്ടത്. രാംപിള്ള സാർ സീനിയേഴ്സുമായിട്ട് ആലോചിച്ചതിന് ശേഷം നമ്മൾ തീരുമാനിക്കും. കാക്കനാട് ജില്ലാ ജയിലിലാണ് നിലവിൽ ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. മണിക്കൂറുകൾ നീണ്ട പോലീസ് കോടതി നടപടികൾക്കും ചില നാടകീയതകൾക്കും ഒടുവിൽ വൈകിട്ട് 7:10 ബോബി ജയിലിലേക്ക്. കാക്കനാട് ജില്ലാ ജയിലിന് മുന്നിൽ നിന്ന് ടീം മീഡിയ 1 കൊച്ചി.